Good evening. Special edition സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർഗീയ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ ലോക്സഭയിൽ ബഹളം. ബിജെപി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ്. കലാപങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. തീവ്രവാദ കേസുകളിൽ യുപിഎ സർക്കാർ നടപടിയെടുത്തില്ലെന്ന് ബിജെപി. ന്യായാധിപ നിയമന ബിൽ ലോക്സഭ ഐക്യകണ്ഠേന പാസാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നു. യൂണിറ്റിന് 35 പൈസ മുതൽ 40 പൈസ വരെ കൂടും. പെട്രോളിന് ലിറ്ററിന് ₹1.85 കുറയും. പുതുക്കിയ വില നാളെ അർദ്ധരാത്രി മുതൽ. കെഎസ്ആർടിസി പുനരുദ്ധാരണ പാക്കേജിൽ മന്ത്രിസഭയിൽ അഭിപ്രായ ഭിന്നത. സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയ ക്വാറികൾ തുറന്നു പ്രവർത്തിക്കും. സമരം പിൻവലിച്ചത് ക്വാറികൾക്ക് പ്രവർത്തനാനുമതി നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്ന്. പൂട്ടിക്കിടക്കുന്ന ബാറുകൾ തുറക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് സർക്കാർ ഏകോപന സമിതിയിൽ ചർച്ച തുടരുന്നു. പുതിയ +2 അനുവദിച്ച രേഖകൾ സർക്കാർ ഇന്നും ഹൈക്കോടതിയിൽ ഹാജരാക്കിയില്ല. രേഖകൾ ഹാജരാക്കാൻ സാവകാശം വേണമെന്ന് എജി. +2 കേസിൽ സർക്കാരിന് കോടതിയുടെ രൂക്ഷ വിമർശനം. ഗസയിൽ ഇസ്രായേൽ സൈനിക നീക്കം പുനരാരംഭിച്ചു. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ഹമാസ് നേതാക്കളെ വധിക്കുമെന്ന് ഭീഷണി. മുലായം സിംഗ് യാദവിന്റെ സഖ്യസന്നദ്ധത BSP തള്ളി. ബിജെപിയുടെ മുന്നേറ്റം തടയാൻ മായാവതിയുമായി സഖ്യത്തിന് തയ്യാറാണെന്നായിരുന്നു മുലായമിന്റെ പ്രസ്താവന. എന്നാൽ വർഗീയ കക്ഷികളുമായി ഒത്തുകളിച്ച സമാജ്വാദി പാർട്ടിയുമായി കൂട്ടുകെട്ടിന് കഴിയില്ലെന്ന് BSP അധ്യക്ഷ മായാവതി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ സാഹചര്യത്തിലാണ് ബീഹാർ കേന്ദ്രീകരിച്ച് മതേതര സംഘടനകളുടെ രാഷ്ട്രീയ പുനരേകീകരണ നീക്കങ്ങൾ സജീവമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിലും ബീഹാറിലും മതേതര സംഘടനകൾക്ക് ലഭിച്ച വോട്ട് ഒന്നിച്ചെടുക്കുമ്പോൾ BJP ബഹുദൂരം പിന്നിലായിരുന്നു. ഈ പിഴവ് ആവർത്തിക്കാതിരിക്കാനാണ് ലാലു ആഹ്വാനം ചെയ്തത്. പാറ്റ്നയിൽ നടന്ന RJD-JDU സംയുക്ത റാലി ഇരു സംഘടനകളുടെയും 30 വർഷത്തിന് ശേഷമുള്ള കൂടിച്ചേരലായിരുന്നു. BSPയുമായി ഒന്നിക്കണമെന്ന ലാലുവിന്റെ ആഹ്വാനം മുലായമും അമർസിംഗും ഏറ്റുപിടിച്ചെങ്കിലും മായാവതിയുടെ പ്രതികരണം ആശാവഹമല്ല. വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ച് മുന്നോട്ടു പോയ സമാജ്വാദി പാർട്ടിയുമായി സഖ്യം സാധ്യമല്ലെന്നാണ് BSP നേതാവിന്റെ ആദ്യ പ്രതികരണം. UPയെ നിലവിലുള്ള അവസ്ഥയിൽ എത്തിച്ചതിന് മുലായമും അഖിലേഷും മാപ്പ് പറയണമെന്നും BSP അധ്യക്ഷ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. और श्री लालू प्रसाद यादव को इन दोनों यादवों को ये बताना चाहती हूँ, इन दोनों यादवों के लिए सत्ता पहले नंबर पर हो सकती है, मान और सम्मान दूसरे नंबर पर हो सकता है. बहुजन समाज पार्टी के लिए तो सत्ता सेकेंडरी चीज है, मान और सम्मान पहली चीज है. എന്നാൽ മുസഫർ നഗർ കലാപത്തിന് ശേഷം ദലിതർ BJPയിലേക്കും മുസ്ലിങ്ങൾ സമാജ്വാദിയിലേക്കും കൂറുമാറിയ സാഹചര്യത്തിൽ മായാവതിക്ക് ഒറ്റക്കൊരു തിരിച്ചുവരവ് ഇനി എളുപ്പമല്ല. കടുത്ത രാഷ്ട്രീയ വൈരികളായ CPM-ഉം തൃണമൂൽ കോൺഗ്രസും തമ്മിൽ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന സൗഹൃദ ചർച്ചയും സമാനമായ നീക്കമാണെന്ന് റിപ്പോർട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന് ഇരുപക്ഷവും വിശദീകരിക്കുന്നുണ്ടെങ്കിലും ബംഗാളിന്റെ ചരിത്രത്തിൽ മമതയും CPM നേതാക്കളും തമ്മിൽ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച മുമ്പുണ്ടായിട്ടില്ല. റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ശ്രീ G. ദേവരാജൻ, ഒപ്പം ഹിന്ദു മസ്തൂർ സഭയുടെ നേതാവ് തമ്പാൻ തോമസ്, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ BJP നേതാവ് എന്നിവർ ചേരുന്നു. ഒപ്പം കോൺഗ്രസ് നേതാവ് ടോം വടക്കനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ തമ്പാൻ തോമസ്, മതേതര ശക്തികളുടെ പുനരേകീകരണം വീണ്ടും സാധ്യമാവാനുള്ള ചില ആഹ്വാനങ്ങളാണ് ചില ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഒരു പോസ്റ്റ് മണ്ഡൽ പൊളിറ്റിക്സിൻ്റെ തിരിച്ചുവരവ് രാജ്യത്ത് സാധ്യമാവുകയാണോ? ഇതിനുള്ള ആദ്യ ആഹ്വാനം ഉയരുമ്പോൾ തന്നെ മായാവതി ഇത് തള്ളുകയും ചെയ്യുന്നു. മായാവതി തള്ളിയത് കൊണ്ട് മാത്രം ഇത് ഇല്ലാതാകുമോ? ഈ ചർച്ച അപ്രസക്തമാവുമോ? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവവികാസങ്ങൾ ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ ഇന്ന് ശക്തി പ്രാപിച്ചിട്ടുള്ള മൂലധന ശക്തികളുടെയും വർഗീയ ശക്തികളുടെയും കൂട്ടായ്മയെ ഒരു ഭൂരിപക്ഷത്തോടുകൂടി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇത് അധികാരത്തിലേറ്റാൻ കഴിഞ്ഞ സാഹചര്യത്തെ ഒരു ബദൽ ശക്തി മുഖേന നേരിടുന്നതിന് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള ഒരു യോജിപ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പിന്നിൽ ആശയപരമായ കാരണങ്ങളുണ്ട്. ആശയപരമായ കാരണങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ശ്രീമതി മായാവതി ഇതിനെ ആദ്യമേ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ അത് തീർച്ചയായും പിന്നോക്ക വർഗത്തിൻ്റെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും കീഴ്ജാതി ജനതയുടെയും ഐക്യം, ആ ഐക്യം മാത്രമാണ് വർഗീയ ശക്തികൾക്കെതിരായി പോരാടുവാൻ കഴിയുന്നത്. അതിലൂടെ ഉയർന്നു വരുന്ന
ഒരു സമത്വ ഭാവന, ഒരു സോഷ്യലിസ്റ്റ് ആശയം, ഇന്ത്യയുടെ ഭരണഘടനയെ ഉൾക്കൊള്ളുന്ന സോഷ്യലിസ്റ്റ് ആശയം, ആ ആശയം ആഗോളവത്കരണ പ്രക്രിയകൾക്കും സമ്പത്തിൻ്റെ കുന്നുകൂടലിനും എതിരായി ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ, ഉണ്ടാകേണ്ടതായ അനിവാര്യമായ ഒരു ബദൽ ശക്തി, ആ ബദൽ ശക്തിക്ക് രൂപം കൊടുക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകളാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ലാലു പ്രസാദ് യാദവ് ഇപ്രകാരത്തിലൊരു ആഹ്വാനം നൽകുവാനും മുലായം സിംഗ് അത് അംഗീകരിക്കുവാനും നിതീഷ് കുമാർ അംഗീകരിക്കുവാനും കൽക്കട്ടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു ഏകീകരണത്തിൻ്റെ ഭാഗമാണ്. നാം പരിശോധിക്കുമ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ഉള്ള കാര്യങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അംബേദ്കറും മഹാത്മാഗാന്ധിജിയും കാണിച്ചു തന്ന മാർഗങ്ങൾ, ഡോക്ടർ രാം മനോഹർ ലോഹ്യ ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് കൊടുത്തതായ ഒരു വിശ്വാസ പ്രമാണം, ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ, ഇന്ത്യയിൽ കോൺഗ്രസിനെതിരായി ഉരുത്തിരിഞ്ഞ് വന്ന ശക്തി കേന്ദ്രീകരണം, ആ അത്തരം ഒരു ശക്തി കേന്ദ്രീകരണത്തിന് മാത്രമേ ഒരു ബദൽ ശക്തി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസും BJPയും ചില ഘട്ടങ്ങളിലൊക്കെ പരാജയപ്പെട്ടു, ആ പരാജയം നീണ്ടു നിൽക്കുകയും ചെയ്തു. അതാണ് അതിൽ പ്രതീക്ഷ വച്ചു പുലർത്താത്തതും ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നതും ഇത് ദുർബലമാണെന്ന വാദം ഉന്നയിക്കുന്നവർ പറയുന്നതും. ഒരിക്കലും അല്ല. ഇത് ചരിത്രപരമായ ഒരു ആവശ്യമാണ്. നാം ഒരു ഹിസ്റ്റോറിക്കൽ നെസസിറ്റി എന്ന് പറയുന്ന തരത്തിൽ ഇന്ത്യയിലെ ജനതയുടെ മൊത്തത്തിലുള്ള പരിതസ്ഥിതികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്നുണ്ടായിട്ടുള്ള മൂലധന ശക്തികളുടെ കേന്ദ്രീകരണം, ആഗോളവത്കരണത്തിൻ്റെ കടന്നുകയറ്റം, ഇന്ത്യയിലെ രണ്ടായി ചേരിതിരിഞ്ഞുകൊണ്ട് രണ്ട് ഇന്ത്യ, ധനവാന്മാരുടെ ഇന്ത്യ, പാവപ്പെട്ടവരുടെ ഇന്ത്യ, ഇതിൽ പാവപ്പെട്ടവരുടെ ഇന്ത്യക്ക് ഉൾക്കൊള്ളാൻ കൊള്ളുന്ന ആശയ സംഹിത എന്താണ്, മുന്നോട്ട് പോകാൻ കഴിയുന്നത് എവിടെയാണ്? അതിനേക്കാൾ അപ്പുറത്ത് ഹിന്ദു വർഗീയ ശക്തികൾ വളരെയധികം അടിസ്ഥാനപരമായി പ്ലാൻ ചെയ്തുകൊണ്ട്, വളരെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു നാടകം, അതിലൂടെ അധികാരം കൈയാളിയത്, അതിനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാതെ കണ്ടിരുന്ന നേതൃത്വം ഇന്നത് കഴിഞ്ഞതിൻ്റെ ഫലമായി നടത്തുന്ന ഒരു പശ്ചാത്താപവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒത്തുചേരലുമാണ് നാം ഇവിടെ കാണുന്നത്. ഇതിൽ ഇടതുപക്ഷ കക്ഷികളുടെ പങ്കാളികളായിക്കൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ബദൽ ശക്തിയായിരിക്കും. അതിൽ എന്താ സംശയം? അത് ഇതിലെ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾ, തീർച്ചയായും നിങ്ങളെപ്പോലുള്ളവർ ഇതിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനുള്ളൊരു സാധ്യത രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നു, അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനൊരു സാധ്യതയുമില്ല എന്ന് മാത്രമല്ല, അത് പരമ പുച്ഛത്തോടു കൂടിയിട്ട് ഇന്ത്യൻ ജനത ഇതിനു മുമ്പ് തന്നെ തള്ളിക്കഴിഞ്ഞ കാര്യമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ആക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ആക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമം ഇവരെല്ലാവരും കൂടി നടത്തിയതാണ്. പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരാതിരിക്കുവാനും BJP അധികാരത്തിൽ കടക്കാതിരിക്കുവാനും വരാതിരിക്കുവാനും വേണ്ടി ഡൽഹിയിൽ വലിയ സഖ്യമുണ്ടാക്കിയതാണ്. സഖ്യമുണ്ടാക്കിയതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷമായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. എന്ത് സംഭവിച്ചു നമുക്കറിയാം. വാസ്തവത്തിൽ ഈ അവിശുദ്ധ അവസരവാദപരമായ പ്രകൃതി വിരുദ്ധ സഖ്യങ്ങൾക്കൊന്നും നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. 10 സീറ്റിൽ നിന്ന് 71 സീറ്റിലേക്ക് BJP വരാനുള്ള കാരണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും, ഈ നാട്ടിലെ ജനങ്ങളെ ജാതിക്കും മതത്തിനും എല്ലാം അതീതമായിക്കൊണ്ട് ദേശീയതയുടെ പേരിൽ സംഘടിപ്പിക്കുകയും ഒരു പിന്നോക്കക്കാരനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ, ഒരു ചായക്കടയിൽ നിന്ന് ഒരു പയ്യൻ, ആ പയ്യൻ ഒരു ചായക്കടയിൽ നിന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി, ആ വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക, അധകൃത വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അത് സ്വീകരിച്ചു. അതാണ് സംഭവിച്ചത്. അതിനെ എതിർക്കുവാൻ വേണ്ടി ഈ പറഞ്ഞ അവസരവാദികൾ, പ്രകൃതി വിരുദ്ധ ശക്തികൾ എല്ലാവരും ഒന്നു ചേർന്നതാണ്. അതൊരു കാരണവശാലും വർക്ക് ചെയ്തില്ല, ഇനി വർക്ക് ചെയ്യാൻ പോകുന്നുമില്ല. UP തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ ചില കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ കൂട്ടായ്മകളെല്ലാം തന്നെ, അതിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ബീഹാറിലെ കാര്യം ബഹുമാനപ്പെട്ട തമ്പാൻ തോമസ് സൂചിപ്പിച്ചു. ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവിന്റെ ജംഗിൾ രാജിനെതിരെയാണ് JDU BJP സഖ്യം വന്നത്.
ആ ജംഗിൾ രാജനെതിരായിട്ട് ലല്ലു പ്രസാദ് യാദവിനെതിരായിട്ട് കന്നുകാലികളുടെ പൈസ അടിച്ചു മാറ്റിയ ലല്ലു പ്രസാദ് യാദവിനെതിരായിട്ടാണ് നിതീഷ് BJPയോടൊപ്പം ചേർന്നത്. അവസാനം ഇപ്പോൾ നിതീഷ് BJPയിൽ നിന്ന് മാറി ആ ലല്ലുവിൻ്റെ കൂടെ പോവുക. അവർ നാട്ടിലെ ജനങ്ങൾ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? UPയിലെ സാധാരണക്കാർ, അവിടുത്തെ മുസ്ലിങ്ങൾ, അവിടുത്തെ പിന്നോക്ക വിഭാഗത്തെ ജനങ്ങൾ, ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതുവരെ കാസ്റ്റ് കൊണ്ട്, ജാതി കൊണ്ട് ശ്രീ ദേവരാജൻ കൂട്ടുചേരലുകളുടെയും കൂട്ടുപിരിയലുകളുടെയും ഒക്കെ ഭൂതകാലം ഉണ്ട് അവിടെ. അതൊക്കെ എണ്ണി എണ്ണി കാണിക്കാനും സാഹചര്യങ്ങൾ ഉണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പിന് മുൻപ് അത് സാധ്യമായില്ല, ഒരു പുനരേകീകരണം സാധ്യമായില്ല. ഇപ്പോൾ ആര് ഇതിന് നേതൃത്വം നൽകും? ഇപ്പോൾ ബീഹാറാണ് ഇതിൻ്റെ ഒരു പരീക്ഷണശാലയായി മാറാൻ പോകുന്നത് എന്നാണ് സൂചകം. ലെഫ്റ്റിന് ഇതിൽ എന്ത് റോൾ വഹിക്കാനുണ്ട്? അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു പുതിയ ദിശാബോധം നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ. അത് കോൺഗ്രസിനെതിരായിട്ട് രാജ്യവ്യാപകമായി ഉണ്ടായ പ്രതിഷേധം ജയപ്രകാശ് നാരായണൻ്റെ സമ്പൂർണ്ണ വിപ്ലവം എന്ന മുദ്രാവാക്യത്തിലൂടെ ഇന്ത്യയിലെമ്പാടും കത്തിപ്പടർന്നത് ബീഹാറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ ദിശയും ബീഹാറിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അപ്രകാരമുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം ആ സംസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ചരിത്രം അറിയാവുന്നവർക്ക് അറിയാവുന്ന വസ്തുതയുമാണ്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ചിത്രം, ഇവിടെ നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും തമ്മിൽ വീണ്ടും ഒരു വേദി പങ്കിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മായാവതിയും മുലായം സിംഗും ഒരുമിക്കണം എന്ന ഒരു ആഗ്രഹം പല രാഷ്ട്രീയ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നു. നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ഇന്ത്യയിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു സോഷ്യലിസ്റ്റ് ചിന്താധാരയുടെ പ്രതിനിധികളാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സമാന്തരമായി തന്നെ ഇന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താധാര ശക്തമായി ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അത് കോൺഗ്രസിനകത്തും പല ഘട്ടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് ആ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ വളർന്നു വന്നിട്ടുള്ള ആളുകൾ, അത് രാം മനോഹർ ലോഹിയയുടെ അനുയായികൾ, ജയപ്രകാശ് നാരായണൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, ആചാര്യ നരേന്ദ്രദേവിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ, മധുലി മായയുടെ അനുയായികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുടെ അനുയായികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ കാണുന്ന ചിത്രം അതാണ്. പക്ഷേ ഇപ്പോഴ് മായാവതിയും മുലായം സിംഗും യോജിക്കാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പോടില്ല എന്നൊക്കെ BJPക്കാർ ഒരു പക്ഷേ വിചാരിക്കുന്നുവെങ്കിൽ ഈ BJP തന്നെ മായാവതിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. മായാവതിയെ പിന്തുണച്ചിട്ടുള്ളവരാണ്, മായാവതിയിൽ നിന്ന് സഹായം തേടിയിട്ടുള്ളവരാണ്, മായാവതിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് അതിനെയൊക്കെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയും. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് ലാഭങ്ങളുടെ കണക്കുകൂട്ടലായിരുന്നു, ഇപ്പോൾ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇത് എത്രമാത്രം ഇതിൽ ഒരു അവലോകനം ആവശ്യമുണ്ട്, തെറ്റുതിരുത്തൽ ആവശ്യമുണ്ട്, പുനരേകീകരണത്തിന് ഇത് എത്രമാത്രം സഹായകരമാവും? തെറ്റുതിരുത്തുക എന്നതിലുപരി കണക്കുകൂട്ടലുകൾ പിഴച്ചു. ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ഐക്യം വളർത്തുകയും അതിന് ചുറ്റും ഒരു ഇടതുപക്ഷ മതേതര ജനാധിപത്യ ബദൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇടതുപക്ഷം ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം വേണ്ട രീതിയിൽ ഫലവത്തായില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ചിത്രം. പല സംസ്ഥാനങ്ങളിലും അത് ഫലപ്രദമായി വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടുയർന്നു വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ട്. നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. അതെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ പല നേതാക്കന്മാരും ഊറ്റം കൊള്ളുന്നത് പോലെ വടക്കേ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് കടന്നു കയറുവാൻ അവസരമുണ്ടാക്കിയത് ഒരുപക്ഷെ ആ റിപ്പോർട്ട് നടപ്പിലാക്കുവാനുള്ള ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്രകാരം ഒരു നടപടിയുടെ പശ്ചാത്തലത്തിലാണ് പല രാഷ്ട്രീയ പാർട്ടികൾക്കും വളരാൻ കഴിഞ്ഞത് ഉത്തർപ്രദേശിൽ. പക്ഷെ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇപ്രകാരം അധികാരത്തിൻ്റെ പടിവാതിൽക്കിലേക്ക് എത്തിയപ്പോൾ അതിന് എങ്ങനെയും തകർക്കുക എന്നുള്ളത് മുന്നോക്ക വിഭാഗങ്ങളുടെ ഒരാവശ്യമായി മാറിയിരുന്നു. അത് പല പ്രാവശ്യം അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് കൂടെ നിർത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അകറ്റി നിർത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പല പ്രാവശ്യം അത് ജയിച്ചു, പല പ്രാവശ്യം അത്തരം നീക്കങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ